അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പെങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നേക്കാം. അവിടെ ഒന്ന് വിളിച്ചു പറയാണ്ട് നിങ്ങൾ കൃത്യം ഒന്ന് ഓടിയെ കയറാൻ പോയി. ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ ഒരു തോട്ടത്തിലാണ് ഇപ്പോൾ ലില്ലി നിൽക്കുന്നത്. ഇവിടെ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവർക്ക് 2.5 ഏക്കർ സ്ഥലമാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തക്കാളിയൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഒരു കേടുമില്ലാതെ അങ്ങോട്ട് ഉണ്ടാവും. ഇതിന് പ്രത്യേക ശുശ്രൂഷകളൊന്നും വേണ്ട, കാട്ടിലായാലും അത് നന്നായിട്ട് വളരും കേട്ടോ. രാജു ആണ് ഈ കൃഷിയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ തക്കാളി എന്ന് വെച്ചാൽ പ്രത്യേകം കൃഷിയൊന്നും ചെയ്യാനില്ല, അത് തന്നെത്താനെ ഇവിടെ ഉണ്ടാകുന്നതാണ്. പ്രത്യേക അധ്വാനമൊന്നും ഇല്ലാതെ കണ്ടോ കുടലയായി ഉണ്ടായി കിടക്കുന്നത്. ഞങ്ങൾ പടർന്ന് ഇത്രയും പൊക്കത്തിലേക്ക് കയറിയേക്കാണ്. ഏതാണ്ട് 8-9 അടി ഉയരം വരെ ഈ മരത്തിലൂടെ പടർന്ന് തക്കാളി ഉണ്ടാക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ തക്കാളി പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തക്കാളിക്ക് ഒരു ക്ഷാമമില്ല ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ കാണാം, ഇതിന് ഉള്ളിൽ പഴുത്ത് നിൽക്കുന്നുണ്ടോ. ആ ഒന്ന് കണ്ടടാ, ഇതുണ്ട് തക്കാളി. ചേച്ചിക്ക് ഇവിടെ കാട്ടിൽ തക്കാളി ഉണ്ടായി കിടക്കണ്ടിട്ടാണ്. ഇത് ശുശ്രൂഷ ഇല്ലാതെ വളരുന്നത് കൊണ്ടാണ്. ഇനി അതിനപ്പുറത്ത് മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ അതാ ഉയരം കൂടിയ മാവുകളാണ് ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ ഒരു 100 കൊല്ലം പ്രായമായ മാവുകളുണ്ടോ. ഇത് പെർസിമൻ അതുണ്ടായില്ല അല്ലേ. ഇത് ലിച്ചി മരമാണ്. ഇതിൽ ഉണ്ടായില്ല, സീസൺ ആയിട്ടില്ല, സമയം ആയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ കേരളത്തിലെ മണ്ണാണ്. ഇപ്പോൾ കേരളത്തിൽ ഉള്ളതുപോലെ തന്നെ വാഴകളും എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. കായക്കുലൊക്കെ നിൽക്കണുണ്ടോ. രാജു ജോലി കഴിഞ്ഞ് വന്ന ഈ പറമ്പിലാണ്, ഈ 2.5 ഏക്കർ പറമ്പിലാണ് അവൻ്റെ കൃഷികൾ. മാവൊക്കെ നല്ല കുടല കുത്തി പൂത്ത് നിൽക്കുന്നുണ്ട്. അവക്കാഡോയും നന്നായിട്ട് പുഷ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഇനി കായ്കളാവാനായിട്ട് 2 മാസമൊക്കെ എടുക്കുമായിരിക്കും. വലിയ മരങ്ങളാണ്. ഇത് കസ്റ്റാർഡ് ആപ്പിൾ മരമാണ്. ഈ പ്രാവശ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതാ കണ്ടോ, ഇതൊക്കെ 100 കൊല്ലം പ്രായമുള്ള മാവാണ് കേട്ടോ. നന്നായിട്ട് പുഷ്പിച്ചാണ് നിൽക്കുന്നത്. മാങ്ങ ധാരാളം ഉണ്ടാവും. രാജുവൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കയറി മാങ്ങ പറിക്കും കേട്ടോ. കസ്റ്റാർഡ് ആപ്പിളിൻ്റെ തോട്ടമാണ് കേട്ടോ. അതായത് സീതപ്പഴം എന്ന് പറയില്ലേ, അതാണ് ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇത് കാലാവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടി, ചൂടൊക്കെ ക്രമീകരിക്കാൻ വേണ്ടി മുകളിൽ പന്തലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്ടോ. ഇത് മഴവെള്ള സംഭരണിയാണ്. ഇവർക്കിവിടെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിന് നല്ല ഉപയോഗമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് ആ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് കൃഷിക്കാണിത് ഉപയോഗിക്കുന്നത്. ഇത് രാജുവിൻ്റെ കാർഷിക ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന, അതിൻ്റെ വേലി കെട്ടുന്ന ഒരു വർക്ക്ഷോപ്പാണിത്. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ മുറ്റത്താണിത് നിൽക്കുന്ന ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ്. പേരറിയില്ല. ഡ്രാഗൺ ചെടി. ഇത് അവരുടെ വീടാണ്. വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. പെങ്ങളുടെ വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. ചേച്ചിയുടെ മകള് ജോലി ചെയ്യുന്നത് ബ്ലൂ കെയർ ഹോസ്പിറ്റലാണ്. അവരുടെ വാഹനമാണിത്. ഇവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ജോലി ചെയ്യുന്ന സ്റ്റാഫിനൊക്കെ അവർ വണ്ടി വിട്ടുകൊടുക്കണം. അവരുടെ വാഹനമാണ് ഈ കാണുന്നത്, ബ്ലൂ കെയർ ഹോസ്പിറ്റലിലെ. ഇത് എയ്ഡൻ. റെക്കോർഡിങ്. ഇതാ നോക്കൂ, നല്ല ഇനം മാവിൻ്റെ കൊമ്പുകൾ രാജു തന്നെ ബഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ. ഇതുപോലെ പല തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ബഡ്ഡിങ്ങും ഒക്കെ ആയിട്ട് ഈ 2.5 ഏക്കർ സ്ഥലത്ത് അവൻ വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ കപ്പ കൃഷി ചെയ്തേക്കണ്ടായിട്ട് കാണാം. ഇതാ പ്ലാവ്. ഇവിടെ പ്ലാവ് കുഴിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ചക്ക ഉണ്ടായിക്കോളും. ഗ്രാഫ്റ്റൊന്നും വേണമെന്നില്ല.
വളരെ ചെറുപ്പത്തിൽ തന്നെ ചക്കയൊക്കെ ഉണ്ടാവും. എല്ലാ സീസണിലും ചക്ക ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വിശേഷം. ഇവിടെ ഒരുപാട് പ്ലാവ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നാരകം. ഈ പൂവ് കാണുന്നത് അലങ്കാര ചെടിയൊന്നുമല്ല കേട്ടോ, ഇത് ആപ്പിൾ മരമാണ്. ആപ്പിൾ മരം പുഷ്പിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ആപ്പിളിൻ്റെ പൂവാണിത്. ഇത് ഒരു വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആപ്പിൾ പറിച്ച് തിന്നായിരുന്നു. നല്ല ടേസ്റ്റുള്ള നല്ല ആപ്പിളായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്ഥലത്ത് പ്ലാവിൻ്റെ തൈകൾ കുഴിച്ചിട്ടേക്കുന്നതായിട്ട് കാണാം. രണ്ടര ഏക്കർ സ്ഥലമാണ് ഇത്. ഇവിടെ കൃഷികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഫ്രണ്ടിലൂടെ ഒരു വഴി പോകുന്നുണ്ട്. ആ വഴിയോട് ചേർന്നാണ് ഈ വീട് ഇരിക്കുന്നത്. ഇത് പേരയാണ്. നിറയെ പേരയ്ക്ക ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊമ്പൊക്കെ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. ശരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു മണ്ണിൻ്റെ ഭൂപ്രകൃതിയാണിത്. ഏത് കൃഷിക്കും അനുയോജ്യമായ മണ്ണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇവിടെ എന്തോ വാരം മാടി നട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൃഷി ചെയ്യുന്നതിന് മൂപ്പരാന് മെഷീനൊക്കെ ഉണ്ട്. ആ മെഷീനൊക്കെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സ്വന്തമായി വിളയിച്ചെടുക്കുകയാണ്. കപ്പ, വാഴ എല്ലാം നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ലോഗൻ ആണ്. ഈ കാണുന്നത് അത് പൂ കുത്തിയിരിക്കുന്നതാണ്. ഇത്ര ചെറു പ്രായത്തിലെ അത് പുഷ്പിച്ചിരിക്കുകയാണ്. ചേച്ചിക്ക് ഈ കൃഷിയോടൊക്കെ താല്പര്യമുണ്ട്. മോനെ പോലെ തന്നെ കൃഷിയിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള ആളാണ് ചേച്ചി. ഇത് പീറ്റെന്ന് പറയുന്ന പഴം എന്താണ്? ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട്. കണ്ടു അവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പയറിന് വാരം ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. പയർ നടാൻ വേണ്ടിയിട്ട് രാജു വാരം ഇട്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴിയാണ്. വഴിയോട് ചേർന്ന് നല്ല ഉയരമുള്ള പൈൻ ഓക്ക് മരങ്ങൾ ഇവിടെ കാണാൻ പറ്റും. പൈനാണോ ഓക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ, അറിയില്ല. തന്നെത്താനെ ചെയ്യുന്ന കൃഷികളാണ്. ഇതിന് വേണ്ട കുറച്ച് മെഷീനറീസൊക്കെ അവൻ ഇവിടെ മേടിച്ചിട്ടുണ്ട്. ആ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് അവൻ നേഴ്സാണ്. ആ നേഴ്സിംഗ് ജോലി കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പ് എല്ലാം വൃത്തിയാക്കുക, പുല്ലിയെത്തുക, വളമിടുക, ഗ്രാഫ്റ്റ് ചെയ്യുക, പ്ലാവ് നടുക. അങ്ങനെ ഒരു സമയം പോലും പാഴാക്കാതെ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ രാജുവിൻ്റെ അയൽക്കാരൻ്റെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. മണവാളൻസിന്റെ അത്യുജ്വലമായ പ്രകടനത്തോടുകൂടി തിരിച്ചുവിട്ടിരിക്കുകയാണ്. മോളിൽ കയറിയോ? രക്ഷപ്പെട്ടു, ഭാഗ്യം. കഴിഞ്ഞ തവണ പട്ടിയായിരുന്നു, ഇത്തവണ കഴിഞ്ഞ തവണ മറ്റേ ഹെലിക്കാൻ പട്ടി എടുത്തിട്ട് പോയി. ഈ പ്രാവശ്യം മാവിന്റെ മുകളിൽ തങ്ങി. അപ്പൊ അതിനകത്ത് കിട്ടിയ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അയ്യാ, മാവിന്റെ മുകളിൽ തങ്ങിയപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നില്ലായിരുന്നു. സാറിന് റെഡിയാക്കിയ നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇവിടെ തോട്ടത്തില് പുല്ല് വരാതിരിക്കാൻ വേണ്ടി മൾച്ച് എന്ന് പറഞ്ഞ മരത്തിന്റെ ചീളുകളാണ് ഇട്ടിരിക്കുന്നത്.
ഇത് മത്സ്യമാണ് ഇട്ടിരിക്കുന്നത്, പുല്ല് കളകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീടിനകത്തേക്ക് ഒന്ന് പോകാം. തന്നെ ഉണ്ടായ തക്കാളി ചെടികളിൽ നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കൊണ്ടുപോകാൻ പോവാണ്. ഇവിടെ ഇത് വലിയ താല്പര്യമൊന്നുമില്ല. ശരിക്കും ഒരു കേരളത്തിൽ വന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് തക്കാളി. പിന്നെ നാട്ടിൽ കഴിക്കാത്തത് വല്ല വിഷമൊക്കെ ഇട്ട് ചെയ്തിട്ടാ. ഞങ്ങളുടെ വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലെ അല്ല. അകത്തേക്ക് കയറിയാൽ ധാരാളം സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറമാണ് കേട്ടോ ഇത്. ഇവിടെ വീടിന് പുറത്തായിട്ട് ഒരു ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് കച്ചറ വിതറ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷെഡാണിത്. കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് വീടിന്റെ റൂമുകളെല്ലാം. ഞാൻ എടുത്തോളാം കേട്ടോ. ഞാൻ എത്തോളാം. പോട്ടെ ഞങ്ങള്. അല്ലിക്കുട്ടി ഷെയ്ക്കാൻ തന്നെ. ആ അവരങ്ങനെ എല്ലാവരും